നമസ്കാരം സുഹൃത്തുക്കൾ. എന്നേ ഞങ്ങളുടെ ഒരു പുതിയ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് വന്നത്. അപ്പോൾ ഇതിന്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ക്ലീനിങ് സ്റ്റിക്ക്. അപ്പോൾ ഇതിന്റെ എന്തൊക്കെ ഉപയോഗങ്ങൾ എന്നുള്ളതൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാന്ന് പറയാം. ഇത് നമുക്ക് ഗ്ലാസ്, അതേമാതിരി സോളാർ പാനല്, സീലിംഗ്, അതേമാതിരിയുള്ള ഒരുപാട് നമുക്ക് ക്ലീൻ ചെയ്യേണ്ട പല ഇതുണ്ട്. അതേമാതിരി നമുക്ക് റൂഫിലിട്ടുള്ള ഗ്ലാസ്, ഇങ്ങനെയുള്ള എല്ലാ സാധനവും ക്ലീൻ ചെയ്യാൻ നമുക്കിത് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിനെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഗ്ലാസ് ക്ലീൻ ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള ഫൈബറിൻ്റെ ഇതാണ് വരുന്നത്. നമുക്ക് ഏറ്റവും നല്ല സുഖമായിട്ട്. പിന്നെ അതിൽ നമുക്ക് വൈപ്പറും ഉണ്ട്. പിന്നെ അതേമാതിരി നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഹൈറ്റ് നമുക്ക് വേണ്ട മാതിരി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണിത്. നമുക്ക് വേണ്ടടത്ത് വെച്ചിട്ട് കുറയ്ക്കാനും കൂട്ടാനും പറ്റും. പിന്നെ നമുക്കിതിൽ വരുന്നത് നമുക്ക് അതിന് വേണ്ട ഊസ് ഉണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വാട്ടർ കണക്ട് ചെയ്യാം, അതേമാതിരി ഷാമ്പു കണക്ട് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അതിനൊക്കെയുള്ള വാൾവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വാട്ടർ കണക്ട് ചെയ്തിട്ട് നമ്മുടെ നെയിം ബോർഡോ അതേമാതിരി ഗ്ലാസ്സോ ഒക്കെ വെച്ചാൽ നമ്മളിതിൻ്റെ മാക്സിമം ഹൈറ്റ് വരേക്ക് നമുക്ക് 12 അടി വരേക്കാണ് നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് കൂട്ടാൻ പറ്റുക. ഇതിൽ നമുക്ക് കൂട്ടി ഇത് ടൈറ്റ് ചെയ്ത് നമുക്ക് മൂന്നാമത്തെ ലെയർ ഉണ്ടാകും. നമുക്ക് ഇതേമാതിരി വേണ്ട മതി കൂട്ടാം, നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ട് കൂട്ടാം. അങ്ങനെയാണ് ഇത് വരിക. നമുക്ക് മാക്സിമം അതിൻ്റെ ഹൈറ്റ് കൂട്ടാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമുക്ക് വേണ്ട മാതിരി കുറയ്ക്കാനും പറ്റും. പിന്നെ നമുക്ക് ഇതിൽ എന്താ വെച്ചാൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പൈപ്പാണ്. അതായത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ അതിൽ നമുക്ക് ലീക്ക് വരില്ല. നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിൽ ടൈപ്പിൽ വേണമെങ്കിൽ ഇത് വെക്കാൻ പറ്റും. ഇതാണ്. പിന്നെ നമുക്കിതിൽ വൈപ്പർ വരുന്നുണ്ട്. വൈപ്പർ നമുക്കിത് ഈ വെള്ളം ഉണ്ടെങ്കിൽ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് വൈപ്പർ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ഇപ്പം നമ്മൾ നല്ല ചളിയുള്ള ഈ ഗ്ലാസ്സോ അങ്ങനെയുള്ള സോളാറൊക്കെ കഴുകി കഴിഞ്ഞാൽ നമുക്ക് വൃത്തികേടാവും നമ്മുടെ ഈ സാധനം. അപ്പോൾ നമുക്കത് ഊരിയെടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വീണ്ടും നമുക്ക് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ എന്താണെന്ന് വെച്ചാൽ തീരെ വെയ്റ്റ്ലെസ് ആണ്. നമുക്ക് ഏത് സ്ത്രീകൾക്കും വീട്ടിലുള്ള ആർക്കും സുഖമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഹെഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഊരാൻ പറ്റുന്നതാണ്. ഇതേമാതിരി ഊരിയാൽ നമുക്ക് ഹെഡ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. നമുക്ക് ഈ ഹൈറ്റ് കമ്മിയുള്ള ഭാഗത്തൊക്കെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഈ ഹെഡും എടുത്തിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ഹൈറ്റിലൊക്കെ ഇതന്നെ മതി. നമുക്കിത് എല്ലാവർക്കും ഇത് എന്ന് വെച്ചാൽ വലിയ ഇതില്ലാത്തതുകൊണ്ട് നമുക്ക് ആർക്കും ഇത് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. സോളാർ പാനലുള്ളവർക്ക്, അതേമാതിരി ഗ്ലാസ്, വീട്ടിലുള്ള സീലിങ്, അതേമാതിരി വീടിൻ്റെ റൂഫിലിട്ടിട്ടുള്ള ഗ്ലാസ്സുകൾ, അങ്ങനെ എന്ത് സാധനം നമുക്കിതും കൊണ്ട് ഒന്ന് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമുക്കിതിൽ ഇതിൻ്റെ കൂടെ ഷാമ്പൂ കൂടി കൊടുക്കണം ആവശ്യമുള്ള ആൾക്കാർക്ക് ഷാമ്പൂ ബോട്ടിലും ഇതിൻ്റെ കൂടെ ഉണ്ടാവും. അതിന് വേണ്ട സഞ്ചി നമ്മൾ അതിൻ്റെ കൂടെ കൊടുക്കും. നമുക്കിതിൽ ഷാമ്പൂ സുഖമായിട്ട് കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഷാമ്പൂ ഈ വെള്ളത്തിൻ്റെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഷാമ്പൂവിന് കൊടുക്കാൻ പറ്റും. നമ്മളൊരു ബോട്ടിൽ നമുക്ക് വേണമെങ്കിൽ ഷോൾഡറിൽ തൂക്കിയിട്ട് നമുക്ക് അങ്ങനെ ക്ലീനിങ്ങിൻ്റെ ഇതിന് ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെ വേണമെങ്കിലും ഇടാം. ഇത് നമുക്ക് വേണ്ടവർക്ക് ഈ ഷാമ്പൂ ബോട്ടിൽ കൊടുക്കും. അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് വരിക. അതായത് ഈ ഷാമ്പൂ ബോട്ടിലും ഇതിൻ്റെ സഞ്ചി ഈ സാധനം സെപ്പറേറ്റ് ആയിട്ട് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ വാൾവ് നമ്മൾ ഇതിലേക്ക് നമുക്ക് നേരെ പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേണ്ട സമയത്ത് ഇതിന് ബാക്കിൽ ഇതേമാതിരി ബട്ടൺ ഉണ്ട്. അത് നമുക്ക് വേണ്ട സമയത്ത് ഇത് എയർ അടിച്ചിട്ട് ഷാമ്പു നിറച്ച എയർ അടിക്കുക. എയർ അടിച്ചതിന് ശേഷം നേരെ എയർ അടിച്ച് നമ്മൾ ഈ സാധനം കണ്ടത് ഇതിൻ്റെ ബാക്കിൽ ഇതിങ്ങനെ അമർത്തിയിട്ട് ലോക്ക് ചെയ്ത് വെക്കുക. ലോക്ക് ചെയ്ത് വെക്കുമ്പോൾ ഷാമ്പു ഓട്ടോമാറ്റിക്കലി ഇതിൽ കൂടെ കയറി പോകും. അപ്പം നമ്മൾ വാൾവ് ഇവിടെ തുറക്കുക. ഇത് നമുക്ക് ഷാമ്പു വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് ക്ലോസ് ചെയ്ത് വെക്കുക. ഈ സാധനം നമ്മൾ വെറും വെള്ളം കൊണ്ടാണ് കഴുകുകയെന്ന് വെച്ചാൽ ഈ ഷാമ്പു ബോട്ടിലേ വേണ്ട. നമ്മളിത് ഇവിടുന്ന് ഊരി വയ്ക്കുന്നു, ഇത് ക്ലോസ് ചെയ്തിരുന്നു. നമ്മൾ വാട്ടർ ഇതിൽ നേരെ വെള്ളത്തിൻ്റെ പൈപ്പ് നമ്മൾ ഹോസ് ഇതിൽ നേരിട്ട് കൊടുക്കുക. ഇവിടെ മാത്രം ഓപ്പൺ ചെയ്താൽ മതി, ഇവിടെ ക്ലോസ് ചെയ്യുക. ഷാമ്പു എപ്പോഴേലും ഉപയോഗിക്കണം വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളിത് ഉപയോഗിച്ചാൽ മതി. അല്ലാത്ത സമയത്ത് ഇത് ഇവിടെ ക്ലോസ് ചെയ്തിട്ട് നമ്മളിത് ഡയറക്റ്റായിട്ട് ഉപയോഗിച്ചാൽ വെറും വെള്ളം കൊണ്ടാണ് കഴുകണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇത് മാത്രം ഓപ്പൺ ചെയ്ത് നമ്മുടെ ഹോസ് ഇതിൽ നേരെ കണക്ട് ചെയ്ത് നേരെ ഉപയോഗിക്കാം. അത് നമുക്ക് എല്ലാ തരം അറിയാമല്ലോ. ചില ഗ്ലാസ്സുകൾ ഈ വീടിൻ്റെ മുകളിലുള്ള റൂഫിങ്, നമുക്ക് സൂര്യപ്രകാശം കിട്ടാനുള്ള അങ്ങനത്തെ ഗ്ലാസ്സുകൾ, സോളാർ പാനലുകൾ, ഇപ്പം എല്ലാ മിക്ക വീട്ടുകളിലും ഉണ്ട് സോളാർ പാനൽ. അങ്ങനെ എല്ലാ സാധനവും നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുള്ളവർക്ക് തന്നെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയൊരു ഉപകരണമാണ്. പിന്നെ എന്താ വെച്ചാൽ ഇതിൽ ചില സമയത്ത് നമുക്ക് കുറച്ച് ചെറിയ ഭാഗം ക്ലീൻ ചെയ്യുള്ളൂ വെച്ചാൽ നമുക്ക് ഇതിൽ വെള്ളം നിറയ്ക്കാം. ഇതിൽ വെള്ളം നിറച്ചിട്ട് നമുക്ക് ഈ വാട്ടർ കണക്ഷനുള്ള ഭാഗം ക്ലോസ് ചെയ്യാം. ഇത് നമ്മൾ ക്ലോസ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ കണക്ട് ചെയ്യുക.
അപ്പോൾ വെറും വെള്ളം കൊണ്ട് നമുക്ക് കഴുകാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെള്ളമാവും. നമ്മളിതിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ പ്രസ് ചെയ്ത് കൊടുക്കുക. ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം നമ്മൾ ലോക്ക് മാറ്റണം, എന്നാലേ അല്ലെങ്കിൽ ഇതൊന്ന് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് ലോക്ക് ചെയ്ത് വയ്ക്കുക, ആവശ്യമില്ലാത്ത സമയത്ത് ഊരി വയ്ക്കുക. നമുക്ക് അത് ചെറുതായിട്ട് ഒരു 10 അടി 15 അടിയൊക്കെ ബോർഡ് ഒക്കെ നെയിം ബോർഡുകളൊക്കെ ക്ലീൻ ചെയ്യാൻ നമുക്ക് ഏകദേശം 1 ലിറ്റർ വെള്ളം മതി, 1.5 ലിറ്റർ വെള്ളം മതിയാവും. ഇതിലെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട മതി കൺട്രോൾ ചെയ്തിട്ട് വെള്ളം കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. ഇതിൽ നമുക്ക് സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനും നമുക്ക് ഇതിൽ പറ്റും. ഇതിൽ നമുക്ക് കുറച്ച് വെച്ചാൽ കൊടുക്കാം, കൂട്ടാം, ഫുള്ള് തുറക്കണമെങ്കിൽ ഫുള്ളായിട്ട് തുറന്നു വയ്ക്കാം, കുറച്ച് മതിച്ചാൽ കുറച്ച് തുറന്നു വയ്ക്കാം. അപ്പം അതേമാതിരി നമുക്ക് എല്ലാതരം മറ്റേ നെയിം ബോർഡ്, അതേമാതിരി സോളാർ പാനൽ, ഗ്ലാസ്, എല്ലാതരം സാധനങ്ങളും ക്ലീൻ ചെയ്തത് ഏറ്റവും നല്ല സുഖമുള്ളൊരു സാധനമാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നമുക്കോ ആർക്കെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ ഇവിടുന്ന് സാധനം അയച്ചു തരുന്നതാണ്. അല്ലെങ്കിൽ പരിചയമുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.